സെക്കൻഡ് ഇന്നിങ്സിൽ ശരിക്കും ഒരു വൺ മാൻ ഷോ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ഓസ്ട്രേലിയ ജയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ട്രാവിസ് ഹെഡ് ഒഴികെയുള്ള ബാക്കിയെല്ലാ ട്രാവിസ് ഹെഡും ലബൂഷൈനും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാ ബാറ്റർമാരും ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ട് ബോളർമാർക്ക് മുന്നിൽ പരാജയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഗാബയിൽ ചരിത്രങ്ങളൊക്കെ എതിർപക്ഷത്താണെങ്കിൽ പോലും ഗാബയിലെ പിച്ചിൻ്റെ കണ്ടീഷൻസ് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ബോളർമാർക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പെർത്തിലെ മത്സരത്തിന് ശേഷം ഇവരുടെ ആൻഡേഴ്സനൊക്കെ പറയുന്നുണ്ട്, ഇവരുടെ ഇതിഹാസ ബോളർ ആൻഡേഴ്സനൊക്കെ പറയുന്നുണ്ട്, ശരിക്കും ഒന്നാം ഇന്നിങ്സിൽ എന്ന് പറഞ്ഞാൽ കളിയുടെ ഒരു ഭൂരിപക്ഷം സമയത്തും വല്ലാതെ പിന്നെ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ബോളർമാർ സെക്കൻഡ് ഇന്നിങ്സിൽ അവർക്ക് എന്താണ് പറ്റിയത്, കുറച്ചുകൂടി പേസ് വേരിയേഷൻസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത് ട്രാവിസ് ഹെഡിന് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ഒരേ പേസിൽ ഒരേ ലെങ്ത്തിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റോക്സും ആർച്ചറും ആറ്റ്കിൻസണും ഒക്കെ. അപ്പോൾ ഇടയിലൊരു ഇടയിലൊരു സ്പിന്നർ ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി ഒരു മീഡിയം പേസ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഒരു പേസ് വേരിയേഷൻസ് ഇട്ട് കൊടുത്ത് ട്രാവിസ് ഹെഡിനെ കൊടുക്കണമായിരുന്നു. പക്ഷേ അവിടെ ഒരേ രീതിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഷോർട്ട് ബോൾ എറിയുന്ന സമയത്ത് ബാക്ക് ലൈനിൽ പിന്നെ ബാക്ക് ഫുട്ടിൽ നിന്നുകൊണ്ടാണ് പ്രഹരിക്കുന്നത്, പിന്നെ അങ്ങ് തീർത്ത് കളയുന്നത്. അപ്പോൾ അന്ന് മക്കളിലൊക്കെ പറയുന്നുണ്ട് 200 എന്ന് പറയുന്നത് പെർത്തിൽ ആ കണ്ടീഷനിൽ ശരിക്കും വലിയൊരു ടോട്ടലായിരുന്നു, ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. കാരണം അത്രയും വലിയൊരു ബോളിംഗ് അറ്റാക്കാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ഒരു വൺ മാൻ ഷോയ്ക്ക് മുന്നിലാണ് അവർ തകർന്നു പോയത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാസ്ബോൾ വലിയൊരു ചോദ്യചിഹ്നമായൊരു സമയത്താണല്ലോ ഉള്ളത്. പിന്നെ ജോ റൂട്ട് അടക്കം ഫാബ് ഫോറിലുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്ന എല്ലാ മനുഷ്യരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇംഗ്ലണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിംഗ് സമീപനം മാറ്റുമോ എന്നതുകൂടി വലിയൊരു ചർച്ചയായി ചിലപ്പോൾ ഗാബയിലേക്ക് വരാം എന്നുള്ളതാണ്.